കേരളം മറ്റൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ കഴിഞ്ഞ 5 വർഷമായി നയിച്ച മേയർ ആര്യ രാജേന്ദ്രനാണുള്ളത്. എനിക്ക് തോന്നുന്നു 5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം മേയർ കുപ്പായം അഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രത്തോളം ആത്മസംതൃപ്തിയോടെയാണ് നിൽക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തിരുവനന്തപുരത്തിന്റെ പേര് മേയർ തന്നെ എഴുതിയ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്, ആര്യ രാജേന്ദ്രൻ മേയർ, തിരുവനന്തപുരം, ഇന്ത്യ. ആ ഒരു പേര് അവിടേക്ക് എത്തുക, അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ഒരു യാത്ര എന്ന് പറയുന്നത് അത് എത്രത്തോളം ശ്രമകരമായിരുന്നു ശരിക്കും? ഒരുപാട് പേരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് സാധ്യമായത്. അത് കുടുംബം മുതൽ, വീട് മുതൽ, ഒരുപക്ഷെ ഞാൻ ആ പോസ്റ്റിൽ പറയുന്നത് പോലെ തന്നെ ഒരു തവണ പോലും കാണാത്ത എത്രയോ മനുഷ്യർ, അവരുടെയൊക്കെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് അത്ര തരത്തിൽ ആ രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞത്. തുടക്കം മുതൽ ഒരുപക്ഷെ 21-കാരി മേയറായപ്പോൾ മുതൽ തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷേ പക്വതയില്ലായ്മ എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ പോസിറ്റീവായും നെഗറ്റീവായും പറഞ്ഞതുണ്ട്. ആ രണ്ടിനെയും എങ്ങനെയാണ് കണ്ടത്? രണ്ടും അതിൻ്റെതായിട്ടുള്ള രീതി കണ്ടാൽ മതി. നമ്മൾ പോസിറ്റീവ് പറയുന്നതിനോടൊപ്പം തന്നെ വിമർശനങ്ങൾ ചിലത് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളണം, അതിനകത്തൊരു സംശയവും ഇല്ല. അതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും UDF-ഉം BJP-യും ഒക്കെ ഇപ്പോൾ മത്സരിച്ച് യുവജനങ്ങളെ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മോഡലിനെ അവർ അംഗീകരിക്കുന്നല്ലോ, ഒരു ഇടതുപക്ഷ മോഡലിനെ അവർ അംഗീകരിക്കുന്നല്ലോ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഒരു കാര്യം കൂടെ ആ പോസ്റ്റിൽ പറഞ്ഞത്, ഒരു സാധാരണക്കാരിയായി വരുന്ന ആർക്കും വരാൻ പറ്റുന്ന ഒരു സാഹചര്യം, അതാണ് LDF മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു വാക്ക് ഇതൊന്നും കുറെ കൂടെ ഇത് ചെയ്തതാണ്. അതായത് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ വിഷമം കണ്ടാൽ അറിയാം അത് വിശപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ വിഷമം കൊണ്ടാണോ, മുഖം വാടിയാൽ അറിയാമെന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു കുറിപ്പ് എഴുതുമ്പോൾ പോലും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ജീവിതം അതെങ്ങനെയാണ്? ഞാൻ ആ പോസ്റ്റ് എഴുതിയതിന് ശേഷവും കണ്ടൊരു കാര്യം, അത് വെച്ചിട്ട് കളിയാക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ നമുക്കെപ്പോഴും അതൊരു കഥ മാത്രമായിരിക്കും. നമ്മൾ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾ നമുക്കെപ്പോഴെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ജീവിത സാഹചര്യമാണെങ്കിൽ മാത്രമേ നമുക്കതിലൊരു പ്രയാസം തോന്നുള്ളൂ. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഏത് മേഖല എടുത്താലും വികസനം നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി കൂടി നമ്മൾ ജീവിച്ചത് കൊണ്ടാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, അതിൽ ഉണ്ടായ നേട്ടങ്ങളാണല്ലോ നമ്മൾ മുന്നോട്ട്, ഇപ്പോൾ LDF മുന്നോട്ടേക്ക് വെക്കാൻ പോകുന്നത് അതാണ്. അപ്പോൾ അതിൽ പങ്കുവഹിച്ച ആൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇനി പ്രചരണമാക്കുന്നത് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ മത്സരിക്കുന്ന സമയത്തും എൻ്റെ നേതാക്കൾ, നമ്മുടെ രാഷ്ട്രീയത്തിലെ അന്നത്തെ നേതാക്കൾ, ഇന്നത്തെ ഇപ്പോഴത്തെ നേതാക്കൾ നമ്മളോട് പറഞ്ഞ കാര്യം, ഞങ്ങളാരും വ്യക്തിപരമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവർക്കെതിരെ ഒരു അറ്റാക്ക് നടത്തിയല്ല നമ്മൾ പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ മത്സരിക്കുമ്പോഴും, ഇത് എൻ്റെ വാർഡാണ്, ഇവിടെ ഞാൻ മത്സരിക്കുമ്പോഴും ഈ മറ്റ് രാഷ്ട്രീയത്തിലുള്ളവർ എന്താണ് പ്രചരണം നടത്തിയതെന്നും നമ്മൾ എന്താണ് പ്രചരണം നടത്തിയെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ട്. നമ്മളെപ്പോഴും ശീലിച്ചിട്ടുള്ളത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു ഇതാണ് കേട്ടോ. മേയർ സ്ഥാനത്ത് നിന്ന് ഇത് 5 വർഷം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ മത്സരരംഗത്തും ഇല്ല. അപ്പോൾ ഇനി എന്താണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ തുടരുകയാണോ, കോഴിക്കോടേക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. അല്ല, എല്ലാം ഒരു രാഷ്ട്രീയ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തക CPIM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പാർട്ടി ആണ്. വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെയാണ്. ഇടതുപക്ഷത്തിന്റെ പുതിയ ഒരു ഭരണസമിതിക്ക് ബാറ്റൺ കൈമാറി ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്ക് പോകും. അതാണ്. ഏതായാലും ഇനിയും കൂടുതൽ ഞങ്ങൾ വീണ്ടും കാണാം. ഈ 5 വർഷത്തെ ഭരണത്തിന്റെ മികവ് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയായിരിക്കും ഇത്തവണ പ്രചരണമായി മുന്നോട്ട് വെക്കാനും പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.